ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇത് ഞാൻ അറിയാതെ ചെയ്തതൊന്നുമല്ല, ഇത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തതാണ്. കാരണം ഇതെനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഓർഡറാക്കാൻ ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനത് വാങ്ങിച്ചു. ഞാൻ 11-ാം തീയതി ഓർഡറാക്കിയിട്ട് 21-ാം തീയതി എത്തും എന്നൊക്കെ അതിന് പറഞ്ഞത്. പക്ഷേ ഇന്നൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ഇനി 21-ാം തീയതി ആവണം എന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമൊക്കെ ആയി. കുറേ ദിവസം മീൻസ് 2 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കയ്യിൽ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു സ്ഥലത്ത് പോയൊരു വീഡിയോ ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എഡിറ്റ് ആക്കാനുള്ളൊരു മടി കാരണമാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോസൊക്കെ ഡിലേ ആയത്. അപ്പം ഞാൻ കൂടുതലും അന്നേ ദിവസം ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് വന്നിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ജേർണൽ സെറ്റായിരുന്നു. അപ്പോൾ ഇത് അൺബോക്സ് ആക്കാനുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഡാമേജൊക്കെ ആക്കാതെ അൺബോക്സ് ആക്കാനാണ് ഞാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് പൊട്ടിക്കാനുള്ള സംഭവമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉമ്മച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ നിർത്തി അതൊക്കെ ഉമ്മച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം അത് ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പൊട്ടിക്കാനൊക്കെ ഭയങ്കര രസമായിട്ടത്. അതിൻ്റെ ആ ഒരു ഒച്ച ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം ഞാൻ ഇത് ഒരു സ്കൈ ബ്ലൂ തീമിലായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇത് അൺബോക്സ് ആക്കാനുള്ളൊരു സ്ഥലം ഞാൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാനിത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാമേജ് ഇല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് വലിയ നല്ല ശക്തിയിൽ തന്നെ റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കാണാനുള്ളൊരു ഭംഗിയൊക്കെ കൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ പുറത്തേക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഇത് തുറക്കുമ്പോഴുള്ളൊരു സന്തോഷം അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാര്യം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നതിന് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. സാധാരണ മീഷോന്ന് ചിലവർക്ക് ഭയങ്കര അക്കിടിയൊക്കെ പറ്റാറുണ്ട്. പക്ഷെ എനിക്കിതുവരെയായിട്ട് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ 2 സ്റ്റിക്കി നോട്ട്സും സംഭവം പോലത്തെ ഇതൊക്കെ ഒട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഇതിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവമാണ് ആ ഒരു ബുക്ക് കേട്ടോ. ആ സ്കൈ ബ്ലൂ ബുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ടും. ഇത് നമ്മളെ സ്റ്റിക്കി നോട്ടായിരുന്നു. ഇത് കുറേ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ കാണാനും നല്ല രസമുണ്ടായിരുന്നു എല്ലാം. ഇത് ശരിക്കും കാണാനാണ് കേട്ടോ നല്ല ഭംഗി. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു പാറ്റേൺ പേപ്പർ ആണ്. അപ്പം ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പൊളിക്കുകയാണ്. ഇത് ഭയങ്കര പാടാട്ടോ പൊളിക്കാനായിട്ട്. ഇത് പിന്നെ ഞാൻ നോക്കിയ സമയത്താണ് എനിക്കിത് പാറ്റേൺ പേപ്പർ ആണെന്ന് മനസ്സിലായത്. അപ്പം അത് അതേപോലെ തന്നെ അങ്ങോട്ട് തന്നെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ എടുത്തത് വേറൊരു കാണാനായിട്ടുള്ളൊരു അടിപൊളി ഐറ്റമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളി പാറ്റേണിലുള്ള പേപ്പേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാണാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും കാണാനാട്ടോ അടിപൊളി. പിന്നെ ഞാൻ എടുത്തത് 2 വാഷി ടബ്സാണ്. നല്ല അടിപൊളി കളേഴ്സായിരുന്നു. പിന്നെ 2 എൻവലപ്സ് ഉണ്ടായിരുന്നു. കാണാൻ നല്ല അടിപൊളി കളറുമായിരുന്നു. സ്കൈ ബ്ലൂ തീമിലുള്ള 2 എൻവലപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ആർക്കെങ്കിലും നമുക്ക് ലെറ്റേഴ്സൊക്കെ കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ സ്റ്റിക്കേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പല കളേഴ്സിലുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഉള്ളത് പിന്നെ നമുക്ക് കോഡ്സൊക്കെ എഴുതിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ 4-5 ഉണ്ട്. അപ്പോൾ കാണാനും നല്ല രസമുണ്ടായിരുന്നു എല്ലാം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനത്തെയൊക്കെ കിട്ടണം എന്നൊക്കെ. പിന്നെ ഞാൻ വാങ്ങിച്ചു. പിന്നെ സ്കൈ ബ്ലൂ ഉള്ള ഒരു നോട്ട്ബുക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല, ഡയറി ഭയങ്കര കട്ടിയായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു കുഞ്ഞ് ഗ്രിഡ് ലൈൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഡയറിൻ്റെ ഭംഗി കണ്ടിട്ടാട്ടോ ഞാൻ ശരിക്കും ഇത് ഓർഡർ ആക്കിയത്. പിന്നെ ഇതിലുണ്ടായിരുന്ന സ്റ്റിക്കേഴ്സായിരുന്നു. കുറേ അധികം സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. കുറേ ബീച്ച് തീമിലുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് തന്നെ. ആ സ്റ്റിക്കേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിത് എടുത്തൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു അടിപൊളി കളർ പാറ്റേൺ പേപ്പേഴ്സ് ആയിരുന്നു.
ഇതും പാറ്റേൺ പേപ്പേഴ്സാണ്. ഇഷ്ടംപോലെ ഇതിൽ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റേ പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇത് വേറെ എന്തിനെങ്കിലും യൂസ് ആക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് എനിക്ക്. ഇപ്പോൾ ഇതാ കുറേ ടൈപ്പിലുള്ളതുണ്ട്, നല്ല രസമുള്ളതുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ തന്നെ ജേണലൊക്കെ ചെയ്യാൻ തോന്നുവാണ്. പക്ഷെ ഇപ്പം ഞാൻ ജേണൽ ചെയ്യില്ല, നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിലേറ്റവും വലിയ പാറ്റേൺ പേപ്പേഴ്സ് ആയിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഫൈനലൈസ്ഡ് ആയിട്ട് ഇത്രയും പാറ്റേൺ പേപ്പേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു പാറ്റേൺ പേപ്പേഴ്സ് എന്നൊക്കെ പറയാനുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ പറഞ്ഞില്ലേ ബീച്ച് തീമിലാണ് കൂടുതലുള്ളതെന്ന്. അപ്പോൾ കുറേ ബീച്ച് തീമിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത്രയുള്ള വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.